നമസ്കാരം. ജി കെ മീൻസ് എം കെ എന്ന പൊതുവിജ്ഞാന ചാനൽ പാർട്ട് 1ലേക്ക് സ്വാഗതം. റാൻഡംലി തിരഞ്ഞെടുത്ത 100 ചോദ്യങ്ങളാണ് ഓരോ പാർട്ടിലും ഉണ്ടാവുക. നമുക്ക് തുടങ്ങാം. സ്വാഹിലി ഏത് ഭൂഖണ്ഡത്തിന്റെ ഭാഷയാണ്? ആഫ്രിക്ക. ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകം ഏത്? കാർബൺ. ട്രാൻസ്വാൾ യുദ്ധത്തിന് വേദിയായ ഭൂഖണ്ഡം? ആഫ്രിക്ക. ഉത്തർപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം? അലഹബാദ്. ചുവന്ന ചീരയ്ക്ക് ആ നിറം ലഭിക്കാൻ കാരണമായ പദാർത്ഥം? സാന്തോഫിൽ. ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം ഏത്? പോർച്ചുഗൽ. ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കലയേത്? ഫ്ലോയം. ജീവന്റെ ഉത്ഭവം എവിടെയാണ്? സമുദ്രത്തിൽ. ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി ഏത്? ചിലന്തിയാണ് ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഒബ്സർവേറ്ററി സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? കൊടൈക്കനാൽ. ജലാലുദ്ദീൻ ഖിൽജിയുടെ പിൻഗാമി? അലാവുദ്ദീൻ ഖിൽജി. സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ? ജെസി ബോസ്. ഒരു ബിൽ പാസാക്കുന്നതിന് പാർലമെന്റിന്റെ ഓരോ സഭയിലും എത്ര തവണ വായിക്കണം? 3 തവണ. ജാതി വേണ്ട, മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്ന്? 2008 നവംബർ 4. സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ? ജോൺ റേ. ഭക്ഷണപദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ? ഗ്രലിൻ. രാമാനുജം ഏത് വിഷയത്തിൽ പ്രസിദ്ധൻ? ഗണിതം. പുറകിലേക്ക് വീണ്ടും ഓടുക എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്ക് ഏത്? പാലിൻഡ്രോം. ഓണവിജ്ഞാനകോശം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാര്? പ്രൊഫസർ പി കർത്ത. മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? കടൽ മത്സ്യകൃഷി. പാർലമെന്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം? 11 മണി. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം? 1776 ജൂലൈ 4. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിൽക്കുന്ന പ്രതിഭാസം? ഭൗമ വികിരണം. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച്? മുഴുപ്പിലങ്ങാട്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ഗ്രാമവികസന പരിപാടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ ഉൽപാദനം. മുന്തിരി കൃഷിയുടെ ശാസ്ത്രീയ നാമം? വിറ്റികൾച്ചർ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? നോർമൻ ബോർലോഗ്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവ ഏതാണ്? ഐസോടോപ്പുകൾ. ക്യൂബ കണ്ടെത്തിയ വർഷം ആരാണ് കണ്ടെത്തിയത്? 1492 കൊളംബസ് ആണ് ക്യൂബ കണ്ടെത്തിയത്. സ്റ്റാലിൻഗ്രാഡിന്റെ ഇപ്പോഴത്തെ പേര്? വോൾഗോഗ്രാഡ്.
ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? റുഡോൾഫ് ഡീസൽ. 7 കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്? റോം ആണ് 7 കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായ രാജ്യം ഏത്? ഇംഗ്ലണ്ട്. ഗള്ളിവരുടെ സഞ്ചാരകഥകൾ രചിച്ചത്? ജൊനാഥൻ സ്വിഫ്റ്റ്. ഈർപ്പം അളക്കുന്ന ഉപകരണം ഏത്? ഹൈഗ്രോമീറ്റർ. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി ഏത്? റാഡ്ക്ലിഫ് രേഖ. മലയാളക്കരയിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ 3 പേരുടെ പേരിൽ അറിയപ്പെടുന്ന ധാതു? ആർമക്കൊലൈറ്റ്. ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം? ഭരതനാട്യം. വിവേകാനന്ദ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കന്യാകുമാരി. ഫിലോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷ. മില്ലി സുറൂദ് ഏത് രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ്? അഫ്ഗാനിസ്ഥാൻ. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അമോണിയ. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. വിളക്കേന്തിയ വനിത? ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹിയിൽ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ്? 45ാമത്തെ. മഹാബലിയുടെ യഥാർത്ഥ പേരെന്ത്? ഇന്ദ്രസേനൻ. ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധവ്യഞ്ജന മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. ഒളിമ്പിക്സിന് ഇതുവരെ വേദിയാകാത്ത ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്ക. ഷോർട്ട് ഹാൻഡിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഐസക് പിറ്റ്മാൻ. കണ്ണിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ. കാണ്ഡഹാർ ഏത് രാജ്യത്താണ്? അഫ്ഗാനിസ്ഥാൻ. താൻസൻ ഏത് മുഗൾ ചക്രവർത്തിയുടെ സദസ്സിലായിരുന്നു? അക്ബർ. ഏത് വകുപ്പിന്റെ പരസ്യവാക്യമാണ് ദൈവത്തിന്റെ സ്വന്തം നാട്? കേരളത്തിലെ ടൂറിസം വകുപ്പ്. ഐക്യരാഷ്ട്രസഭ രൂപവൽക്കരണത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്ത സോവിയറ്റ് ഭരണാധികാരി? സ്റ്റാലിൻ. ഉറക്കത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? ഹിപ്നോളജി. ഇന്ത്യയിലെ ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? വർഗീസ് കുര്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു? ബേബി ദുർഗ. ഏത് രാസവസ്തു കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്? കാൽസ്യം ഫോസ്ഫേറ്റ്. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം? യൂറോക്രോം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം ഏത്? അരുണരക്താണുക്കൾ. ക്ഷയരോഗം പകരുന്നത് എങ്ങനെ?
വായുവിലൂടെയാണ് ക്ഷയരോഗം പകരുന്നത്. ഏത് രാജ്യത്തെ ഭാഷകളാണ് ദാരി, പഷ്തോ എന്നിവ? അഫ്ഗാനിസ്ഥാനിലെ. പുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച ആദ്യത്തെ രാജ്യം, ഉപജ്ഞാതാവ് ആരാണ്? സോവിയറ്റ് യൂണിയനാണ് ആദ്യത്തെ രാജ്യം. സ്റ്റാലിനാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏത്? ഭൂമധ്യരേഖ. ചിങ്ങമാസത്തിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഏതാണ്? കൃഷ്ണഗാഥ. മഹാബലിപുരം എവിടെയാണ്? തമിഴ്നാട്. ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ച വർഷം ഏത്? 1961. ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ടൈഗ്രിസ്. ശരീരത്തിൽ രക്തത്തിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ജീവകം? ഫോളിക് ആസിഡ്. ക്യൂനിക്കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? മുയൽ വളർത്തൽ. തക്കാളി ലോകത്താദ്യമായി കൃഷി ചെയ്ത സ്ഥലം? തെക്കേ അമേരിക്ക. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ്? ആൽബർട്ട് ഹോവാർഡ്. ഐസ്ലാൻഡിൻ്റെ നാണയം? ഐസ്ലാൻഡിക് ക്രോണ. ആരുടെ ധനകാര്യമന്ത്രിയായിരുന്നു രാജ തോഡർമാൾ? അക്ബർ. നിശാഗന്ധി പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏത് വകുപ്പാണ്? കേരളത്തിലെ ടൂറിസം വകുപ്പ്. സൗരയൂഥത്തോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? പ്രോക്സിമ സെന്റൗറി. ഓരോ വർഷവും ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന പുരസ്കാരം ഏത്? സരസ്വതി സമ്മാൻ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്? ശ്രീനാരായണ ഗുരു. മലയൻ ദ്വാൾഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി? മൊറാർജി ദേശായി. ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ആരാണ്? ലിയുവൻ ഹോക്ക്. ലോക്സഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ? ക്വസ്റ്റ്യൻ അവർ. പയർ ചെടിയുടെ വേരുകളിൽ കാണുന്ന ബാക്ടീരിയ ഏത്? റൈസോബിയം. ചന്ദ്രോപരിതലം ആദ്യമായി സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു? ലൂണ 2. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം? മനില. UN പതാകയിലെ ചിഹ്നം? ഒലിവ് ശിഖരങ്ങൾക്കിടയിൽ ലോകഭൂപടം. ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? മലയാളവും സംസ്കൃതവും. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമ? രാജ ഹരിചന്ദ്ര. രാജ്യങ്ങൾ ഒന്നുമില്ലാത്ത ഭൂഖണ്ഡം ഏത്? അന്റാർട്ടിക്ക. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ്. മാഹി ഏത് രാജ്യത്തിൻ്റെ കോളനിയായിരുന്നു? ഫ്രാൻസ്. സൗരയൂഥത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം? നെബുലാർ. നിലവിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മ. ശുക്രനെ നിരീക്ഷിക്കാൻ വിക്ഷേപിക്കപ്പെട്ട ആദ്യ പേടകം? മറൈനർ 2.
കാനീസ് ഫെമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? നായ. താങ്ക്സ് ഫോർ വാച്ചിങ്.